സൂര്യ സിക്സ് പാക്ക് ഇൻട്രോ എല്ലാം പക്ക. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിരിക്കണം. സൂര്യയുടെ 2.5 വർഷമാണ് ഈ വൃത്തിയേട്ടം കളഞ്ഞത് ശിവ എന്ന് പറയുന്നത്. ശിവണ്ണൻ പാസത്തിന് വേണ്ടി മാസ് ചെയ്ത സൂപ്പർ പടം. ഹലോ ഗൈസ്, സൂര്യയുടെ 300 കോടി ബഡ്ജറ്റിൽ വന്ന കങ്കുയുടെ റിവ്യൂ നമുക്ക് കേൾക്കാം. കമോൺ. പൊളിയായിരുന്നു, അടിപൊളി മേക്കിംഗ് ആണ്. സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ മേക്കിങ്ങും എല്ലാം നല്ലതാണ്. 3D എങ്ങനെ ഉണ്ടായിരുന്നു? 3D നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഇതുവരെ കാണാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ഫൈറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, സെറ്റ് ആയിരുന്നു. സൂര്യ ഫാനാണോ? അതെ അതെ, കട്ട സൂര്യ ഫാനാണ്. ഇതിന് പറയാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഓർത്ത് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൂര്യനെ കണ്ട നിങ്ങൾ അതിനൊന്ന് പറയോ? അഭിനയ ആക്ടിങ് ഉണ്ടായിരുന്നു. സത്യം പറയണ്ട, ഞങ്ങൾ മൂത്തായിരുന്നു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഇതായിപ്പോയി. ബ്രേക്കിന് തന്നെ ഞങ്ങൾക്ക് ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും കയറി. കാരണം അത്രയ്ക്കും ഒന്നും ഇല്ല സത്യം പറഞ്ഞ, വെറുതെ ഭയങ്കര മോശം. ഇവിടെ ആരും കാണരുത്, അത്ര മോശം, അത്ര മോശം. പൊട്ടപ്പടം കൊള്ളത്തില്ല. കണ്ടുപോക്ക് അത്രയ്ക്ക് മോശം പടം. പടം കൊള്ളായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ സൂര്യ ഫാൻസ് ആയതുകൊണ്ടായിരിക്കും. സൂര്യ നല്ലോണം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒക്കെ കിടുവാണ്. 1000 കോടി കയറും. ഓ കയറുമായിരിക്കും, നല്ലോണം ചെയ്തിട്ടുണ്ട്. സൂര്യ നല്ലോണം ചെയ്തിട്ടുണ്ട്. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D പെർഫോമൻസ് വീഡിയോ കൊള്ളാം. സൂര്യയുടെ ആക്ടിങ് മാത്രം കൊള്ളാം, മ്യൂസിക് കുഴപ്പമില്ല. ശിവയുടെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? വളരെ മോശം. വലിയ രസമില്ല. സ്റ്റോറി എല്ലാം ആവറേജ്. 3D എല്ലാം VFX എല്ലാം ഓക്കെ. 3D FX എല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റോറി ആവറേജ് ആയിട്ട് നിന്ന്. പിന്നെ ദിശ പട്ടാനി എല്ലാവരും ഓവറായിരുന്നു, ഒരു ഓവർ ആക്ടിങ് എല്ലാം ആയിരുന്നു. ഒരു ആവശ്യമില്ല ഒരു ക്യാരക്ടർ തന്നെ. ക്ലാസ് കയറാൻ വന്നതാണ്. ഒരു അറ്റൻഡൻസ് പോയി, കോളേജിൽ പറഞ്ഞെങ്കിൽ അറ്റൻഡൻസ് എങ്കിലും കിട്ടുമായിരുന്നു. ഒന്നും ഓർമ്മയില്ല, ഉറക്കമായിരുന്നു. ശിവണ്ണൻ പാസത്തിന് വേണ്ടി മാസ് ചെയ്ത സൂപ്പർ പടം. 350 കോടിക്ക് ഒരു പടം എടുക്കുമ്പോൾ അത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിരിക്കണം. സൂര്യയുടെ 2.5 വർഷമാണ് ഈ വൃത്തിയേട്ടം കളഞ്ഞത് ശിവ എന്ന് പറയുന്നത്. വെറും അപരാധം. പിന്നെ ഇയാളുടെ വിചാരം ഇയാൾ ലോകേഷ് കനകരാജ് ആണെന്നാണ്. അവസാനം കാർത്തിയുടെ കമയുണ്ടെന്നിരിക്കുന്നു പടത്തിനെ രക്ഷിക്കാൻ. ഇതിൽ യോഗി ബാബു, പിന്നെ മറ്റേ റെഡിൻ കിങ്സിൽ ഇവരെ കണ്ടോണ്ടിരിക്കുമ്പോൾ ക്രിഞ്ചടിക്കും ഈ ഫ്രാൻസിസ് തിയഡോറിന്റെ സീൻസിൽ. 3D എങ്ങനെ ഉണ്ടായിരുന്നു? 3D സത്യം പറഞ്ഞാൽ ഇവർക്ക് ബഡ്ജറ്റ് കൂടുതലാണ്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3D ഇട്ടേക്കുന്നത്. 3D കുഴപ്പമൊന്നുമില്ല. ദിശാപ്പെട്ടാണെങ്കിൽ വല്ല കാൽവിൻ ക്ലെയ്ഡ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. എന്താ അപരാധമാണ് എടുത്തു വെച്ചേക്കുന്നത് ഈ പടത്തിൽ. പിന്നെ എന്തൊക്കെയാണെന്തോ ഇതിനകത്ത് കൂടെ വന്നിരുന്നിട്ട് അണ്ണാ കങ്ക എന്ന് വിളിച്ചോണ്ടിരിക്കും. തിയേറ്ററാണ്, കമ്മ്യൂണിറ്റി സൈഡാണ്, അതുകൊണ്ട് ഒരു മാന്യത ഉള്ളതാണ്. നമ്മൾ അവിടെ ഇരുന്ന് തെറി വിളിക്കാനാണ് തോന്നി. വെറും അപരാധമാണ് എടുത്തു വെച്ചേക്കുന്നത് ഈ പടത്തിൽ. ഇത് 2.5 വർഷം സൂര്യയുടെ ഇയറും കൊണ്ട് കളഞ്ഞ് ഇമാതിരി അപരാധം പിടിച്ചൊരു പടം എടുത്തു. ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. വെറും അപരാധം പടം. ബ്രോ സൂര്യ സിക്സ് പാക്ക് ഇൻട്രോ എല്ലാം പക്ക. DSP മ്യൂസിക് വേറെ ലെവൽ. അതേപോലെ കാർത്തി ഇൻട്രോ ഉണ്ട്. കാർത്തിയുടെ ലാസ്റ്റ് സസ്പെൻസ് ആണ്. കാർത്തി റിവീൽ ചെയ്യുന്ന ഇൻട്രോ ഒക്കെ വേറെ ലെവൽ. ലുക്ക്, കോസ്റ്റ്യൂം, ഗെറ്റപ്പ് എല്ലാം വേറെ ലെവൽ. മൊത്തത്തില് നെരുപ്പ് മാതിരി ഇരിക്കും ബ്രോ. ട്രൈബ്സിന്റെ KGF സൂപ്പർ പടം. ഈ അടുത്തിറങ്ങിയ കുറെ സിനിമകളെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല വിഷ്വലും കൊള്ളാം, 3D കൊള്ളാം, എല്ലാം കൊള്ളാം. അടിപൊളി പടം ബ്രോ. നമ്മളെ കുരുവിയിൽ വിജയുടെ ഒരു ചാട്ടം ഉണ്ടായിരുന്നു, അതെല്ലാരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂര്യന് കിടിലൻ ജമ്പ്. സെക്കൻഡ് പാർട്ടിക്ക് വെയിറ്റ്. വീണ്ടും ഒരു 4 ഷോ കൂടെ എടുത്തിട്ട് പോവാണ്. ശിവൻ ടീം കൊലച്ച്. സൂര്യയുടെ ഉഷിരും വാശും വീരും അത് നമ്മുടെ സിനിമയിൽ തിയേറ്ററിൽ നിന്ന് നമ്മൾ അനുഭവിച്ച് അതേ സൂര്യയുടെ പെർഫോമൻസ് ചേട്ടനും അനിയനും തമ്മിൽ പൊളിച്ചായിരുന്നു.